2 ദിനവൃത്താന്തം അധ്യായം 21. യഹോഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു. അവരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ യഹോറാം രാജ്യഭാരം ഏറ്റു. യൂദാ രാജാവായിരുന്ന യഹോഷാഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയ, യഹിയേൽ, സഖറിയ, അസറിയ, മിഖായേൽ, ഷഫാത്യ. അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി. കൂടാതെ യൂദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു. ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത്. യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു. തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി. രാജാവാകുമ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറൂസലമിൽ വാണു. ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ. ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടി ഓർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സ് വന്നില്ല. ദാവീദിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യഹോറാമിന്റെ കാലത്ത് ഏദോമ്യർ യൂദാ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു. തങ്ങളെ വളഞ്ഞ ഏദോമ്യരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു. ഏദോമ്യർ ഇന്നും യൂദായുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു. അക്കാലത്ത് ലിബ്നായും അവന്റെ ഭരണത്തെ എതിർത്തു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ യൂദാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ ജെറൂസലം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു, യൂദായെ വഴിതെറ്റിച്ചു. ഏലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ നിന്റെ പിതാവായ യഹോഷാഫാത്തിന്റെയോ യൂദാ രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല. മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂദായെയും ജെറൂസലം നിവാസികളെയും അവിശ്വസ്തതയിലേക്ക് നയിച്ചു. പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു. ഇതാ, കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും. നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും. അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തു വരും. എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി. അവർ യൂദായെ ആക്രമിച്ചു. രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി. രാജാവിന്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി. ഇളയപുത്രനായ യഹോവാഹാസ് അല്ലാതെ ആരും അവശേഷിച്ചില്ല. ഇതിന് ശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി. 2 വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു. കഠിനവേദനയിൽ അവൻ മരിച്ചു. അവന്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല. ഭരണമേൽക്കുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. 8 വർഷം ജെറൂസലമിൽ വാണു. അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല. അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല. 2 ദിനവൃത്താന്തം അധ്യായം 22. അറബികളോടുകൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറൂസലം നിവാസികൾ ഇളയ മകനായ അഹസ്യായെ രാജാവായി വാഴിച്ചു. അങ്ങനെ
യഹോറാമിൻ്റെ മകൻ അഹസ്യ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസ്യായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസ്യ ആഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെ പോലെ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ. അത് അവൻ്റെ അധപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിൻ്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലെയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസ്യ ആഹാബിൻ്റെ മകൻ യോറാം കിടപ്പിലായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രയേലിൽ എത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസ്യയുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസ്യായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി. അവൻ അവരെ വധിച്ചു. സമറിയായിൽ ഓടിയൊളിച്ച അഹസ്യായെ അവർ തിരഞ്ഞുപിടിച്ച് യേഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോഷാഫാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല. പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യായുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷാബയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിൻ്റെ മകളും അഹസ്യായുടെ സഹോദരിയും യഹോയാദാ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോഷാബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. 6 വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. 2 ദിനവൃത്താന്തം അധ്യായം 23. 7-ാം വർഷം യഹോയാദാ പുരോഹിതൻ ശതാധിപന്മാരായ ജെറോഹാമിൻ്റെ മകൻ അസറിയ, യഹോഹനാന്റെ മകൻ ഇസ്മായേൽ, ഓബദിന്റെ മകൻ അസറിയ, അദായയുടെ മകൻ മാസയ, സിക്രിയുടെ മകൻ എലിഷാഫാത്ത് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു. അവർ യൂദായിലെങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവ്യരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജെറൂസലമിൽ വിളിച്ചുകൂട്ടി. സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു. യഹോയാദ അവരോട് പറഞ്ഞു, ഇതാ രാജപുത്രൻ. ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: സാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവ്യരിലും 1/3 ഭാഗം ദേവാലയ വാതിൽക്കൽ കാവൽ നിൽക്കണം. 1 ഭാഗം രാജകൊട്ടാരം കാക്കണം. 3-ാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം. ജനം ദേവാലയാങ്കണത്തിൽ നിൽക്കട്ടെ. പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവ്യരുമൊഴികെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത്. അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം. എന്നാൽ ജനം കർത്താവിൻ്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം.
ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം. അകത്താരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം. അവർ സദാ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. ലേവ്യരും യൂദാനിവാസികളും യഹോയാദായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. സാബത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു. കാരണം യഹോയാദാ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല. ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളും എടുത്ത് യഹോയാദാ നായകന്മാരെ ഏൽപ്പിച്ചു. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും ജനങ്ങളെ ആയുധസജ്ജരാക്കി കാവൽ നിർത്തി. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു. അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു. യഹോയാദായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു. രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്തു വിളിച്ചു. ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളമൂതുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു. ജനമെല്ലാം ആഹ്ലാദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം, രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. യഹോയാദാ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ. അവൻ തുടർന്നു, അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തങ്ങൾ കൊണ്ടുവന്ന് വധിച്ചു. തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കുമെന്ന് യഹോയാദായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു. ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു. അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു. ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിനു മുമ്പിൽ വെച്ച് വധിച്ചു. യഹോയാദാ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും മേൽനോട്ടത്തിൽ കർത്താവിന്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി. ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന്റെ ചുമതല വഹിക്കുന്നതിനും ലേവ്യ പുരോഹിതന്മാരെയും ലേവ്യരെയും നിയോഗിച്ചിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും യഹോയാദാ നിയമിച്ചു. സേനാനായകന്മാർ, പൗരമുഖ്യർ, ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരികവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് സിംഹാസനത്തിൽ അവരോധിച്ചു. ജനം ആഹ്ലാദിച്ചു. അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി. രണ്ട് ദിനവൃത്താന്തം അധ്യായം 24. യോവാഷ് 7-ാം വയസ്സിൽ രാജാവായി. അവൻ 40 വർഷം ജെറുസലമിൽ ഭരണം നടത്തി. ബേർഷബായിലെ സിബിയ ആയിരുന്നു അവന്റെ മാതാവ്. യഹോയാദാ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. രാജാവിന് യഹോയാദാ 2 ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു. അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി. യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂദാ നഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ. ഇതിന് വിളംബം വരുത്തരുത്. എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല.
അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദായെ വിളിച്ച് ചോദിച്ചു, കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂദായിൽ നിന്നും ജെറൂസലമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ദേവാലയ വാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂദായിലും ജെറുസലമിലും വിളംബരം ചെയ്തു. പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയോളം നിക്ഷേപിച്ചു. ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും. രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതൻ്റെ സേവകനും കൂടി പണം എടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു. രാജാവും യഹോയാദായും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, പിച്ചളപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു. അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു. അങ്ങനെ ദേവാലയം പൂർവസ്ഥിതി പ്രാപിച്ച് ബലവത്തായി. പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദായെയും ഏൽപ്പിച്ചു. അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യകമായ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. യഹോയാദായുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു. യഹോയാദ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു. യഹോയാദായുടെ മരണത്തിന് ശേഷം യൂദാപ്രഭുക്കന്മാർ യോവാഷിനെ വന്ന് കണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു. രാജാവ് അവർ പറഞ്ഞത് കേട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അക്ഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യം നിമിത്തം യൂദായുടെയും ജെറുസലമിൻ്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവർ അത് വകവച്ചില്ല. യഹോയാദാ പുരോഹിതന്റെ മകൻ സക്കറിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്കറിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയാങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സക്കറിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു. അവർ യൂദായിലെയും ജെറുസലമിലെയും ജനപ്രമാണികളെ വധിച്ചു. അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്ത് ദമാസ്കസ് രാജാവിന് കൊടുത്തു. സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിക്ഷാവിധി നടത്തി. യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു. ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു. അങ്ങനെ അവർ
യഹോയാദാ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു. യോവാഷ് മരിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു, എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമ്മോന്യനായ ഷെമയാത്തിന്റെ മകൻ സാബാദും മോവാബ്യയായ ഷിമ്രത്തിന്റെ മകൻ യഹോസാബാദുമാണ്. യോവാഷിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ, അവനെതിരെ ഉണ്ടായ അനേകം അരുളപ്പാടുകൾ, ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പുത്രൻ അമസ്യ രാജാവായി. രണ്ട് ദിനവൃത്താന്തം അധ്യായം 25. രാജാവാകുമ്പോൾ അമസ്യായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 29 വർഷം ഭരിച്ചു. ജെറൂസലേംകാരിയായ യഹോവദ്ദാനായിരുന്നു അവന്റെ മാതാവ്. അവൻ കർത്താവിന് മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തന്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താങ്കളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസ്യ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 300,000 പേരെ അവൻ ഒരുമിച്ച് കൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 100,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേല്യരോട് കൂടെ ഇല്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തുപോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസ്യ എഫ്രായിമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസ്യ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലെത്തി 10,000 സെയിർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസ്യ പിരിച്ചുവിട്ട സൈനികർ സമറിയായ്ക്കും ബെത്ഹൊറോണിനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ച് 3,000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമ്യരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസ്യ സെയ്ർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസ്യയോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്? അപ്പോൾ അമസ്യ അവനോട് പറഞ്ഞു, രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തൂ, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി, നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു. യൂദാ രാജാവായ അമസ്യ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹൂവിൻ്റെ മകനായ
യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യായ്ക്ക് മറുപടി നൽകി, ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്നാവശ്യപ്പെട്ടു. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടിയരച്ചു കളഞ്ഞു. ഏദോമിനെ തകർത്തു എന്ന് നീ വീമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിന് യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. ഏദോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസ്യായുമായി യൂദായിലെ ബെത്ഷെമെഷിൽ വെച്ച് ഏറ്റുമുട്ടി. യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസ്യായുടെ മകനായ യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ചു ജെറുസലമിൽ കൊണ്ടുവന്നു. ജെറുസലമിന്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദേദോമിനെ തടവുകാരനാക്കി. രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ളമുതലും തടവുകാരുമായി സമറിയയിലേക്ക് മടങ്ങി. യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിന് ശേഷം യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസ്യ 15 വർഷം ജീവിച്ചു. അമസ്യായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ടകുന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഖീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാഖീഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. Chapter 21. Jehoshaphat rested with his ancestors. He was buried with them in the city of David. Jehoram, his son, succeeded him as king. His brothers, sons of Jehoshaphat, were Azariah, Jehiel, Zechariah, Azariah, Michael, and Shephatiah. All these were sons of King Jehoshaphat of Judah. Their father gave them numerous gifts of silver, gold, and precious objects, together with fortified cities in Judah, but the kingship he gave to Jehoram because he was the firstborn. When Jehoram had come into his father's kingdom and had consolidated his power, he put to the sword all his brothers, and also some of the princes of Israel. Jehoram was 32 years old when he became king, and he reigned 8 years in Jerusalem. He conducted himself like the kings of Israel of the line of Ahab, because one of Ahab's daughters was his wife. He did evil in the sight of the Lord, but the Lord would not destroy the house of David because of the covenant he had made with David, and because of his promise to give him and his sons a lamp for all time. During his time, Edom revolted against the sovereignty of Judah. They chose a king of their own. Thereupon Jehoram crossed over with his officers and all the chariots he had. He arose by night and broke through the Edomites when they had surrounded him and the commanders of his chariots. However, Edom has continued in revolt against the sovereignty of Judah down to the present time. Libnah also revolted at that time against Jehoram's sovereignty because he had forsaken the Lord, the God of his fathers. He also set up high places in the mountains of Judah. He led the inhabitants of Jerusalem into idolatry and seduced Judah. He received a letter from the prophet Elijah with this message, "Thus says the Lord, the God of your ancestor David, because you have not followed the path of your father Jehoshaphat, nor of Asa king of Judah, but instead have walked in the way of the kings of Israel, and have led Judah and the inhabitants of Jerusalem into idolatry, as did the house of Ahab, and also because you have murdered your brothers of your father's house who were better than you,
The Lord will strike your people, your children, your wives, and all that is yours with a great plague, and you shall have severe pains from a disease in your bowels, while your bowels issue forth because of the disease day after day. Then the Lord stirred up against Jehoram the animosity of the Philistines, and of the Arabs who bordered on the Ethiopians. They came up against Judah, invaded it, and carried away all the wealth found in the king's palace, along with his sons and his wives. There was left to him only one son, Jehoahaz, his youngest. After these events the Lord afflicted him with an incurable disease of the bowels. As time went on, until a period of 2 years had elapsed, his bowels issued forth because of the disease, and he died in great pain. His people did not make a pyre for him like that of his fathers. He was 32 years old when he became king, and he reigned 8 years in Jerusalem. He departed unloved and was buried in the city of David, but not in the tombs of the kings. Chapter 22. Then the inhabitants of Jerusalem made Ahaziah his youngest son king in his stead, since all the older sons had been slain by the band that had come into the fort with the Arabs. Thus Ahaziah son of Jehoram reigned as king of Judah. He was 22 years old when he became king, and he reigned 1 year in Jerusalem. His mother was named Athaliah, daughter of Omri. He too followed the ways of the house of Ahab, because his mother counseled him to act sinfully. To his own destruction he did evil in the sight of the Lord, as did the house of Ahab, since they were his counselors after the death of his father. He was also following their counsel when he accompanied Jehoram son of Ahab, king of Israel, to battle against Hazael, king of Aram, at Ramoth-Gilead. There Jehoram was wounded by the Arameans. He returned to Jezreel to be healed of the wounds he had received at Ramah in his battle against Hazael, king of Aram. Because of this illness, Ahaziah, son of Jehoram, king of Judah, went down to visit Jehoram, son of Ahab, in Jezreel. Now it was willed by God for Ahaziah's downfall that he should join Jehoram, for after his arrival he rode out with Jehoram to Jehu, son of Nimshi, whom the Lord had anointed to cut down the house of Ahab. While Jehu was executing judgment on the house of Ahab, he also encountered the princes of Judah and the nephews of Ahaziah, who were his attendants, and he slew them. Then he looked for Ahaziah himself. They caught him where he was hiding in Samaria, and brought him to Jehu, who put him to death. They buried him, for they said, he was the grandson of Jehoshaphat, who sought the Lord with his whole heart. There remained in Ahaziah's house no one powerful enough to wield the kingship. When Athaliah, mother of Ahaziah, learned that her son was dead, she proceeded to kill off all the royal offspring of the house of Judah. But Jehosheba, a royal princess, secretly took Ahaziah's son Joash from among the king's sons who were about to be slain, and put him and his nurse in a bedroom. In this way Jehosheba, who was the daughter of King Jehoram, a sister of Ahaziah, and wife of Jehoiada the priest, hid the child from Athaliah's sight, so that she did not put him to death. For 6 years he remained hidden with them in the house of God, while Athaliah ruled over the land. Chapter 23. In the 7th year Jehoiada took courage, and entered a conspiracy with certain captains, Azariah son of Jehoram, Ishmael son of Jehohanan, Azariah son of Obed, Maaseiah son of Adaiah, and Elishaphat son of Zichri. They journeyed about Judah, gathering the Levites from all the cities of Judah, and also the heads of the Israelite families. When they had come to Jerusalem, the whole assembly made a covenant with the king in the house of God. Jehoiada said to them, Here is the king's son who must reign, as the Lord promised concerning the sons of David. This is what you must do. 1/3 of your number, both priests and Levites, who come in on the Sabbath, must guard the thresholds. Another 1/3 must be at the king's palace, and the final 1/3 at the foundation gate, when all the people will be in the courts of the Lord's temple. Let no one enter the Lord's house except the priests and those Levites who are ministering. They may enter because they are holy,
but all the other people must observe the prescriptions of the Lord. The Levites shall surround the king on all sides, each with his weapon drawn. Whoever tries to enter the house must be slain. Stay with the king wherever he goes." The Levites and all Judah did just as Jehoiada the priest commanded. Each brought his men, those who were to come in on the Sabbath, as well as those who were to depart on the Sabbath, since Jehoiada the priest had not dismissed any of the divisions. Jehoiada the priest gave the captains the spears, shields, and bucklers of King David which were in the house of God. He stationed all the people, each with his spear in hand, from the southern to the northern extremity of the enclosure, around the altar and the temple on the king's behalf. Then they brought out the king's son, set the crown and the insignia upon him, and made him king. Jehoiada and his sons anointed him, and they cried, "Long live the king!" When Athaliah heard the din of the people running and acclaiming the king, she went to the people in the temple of the Lord. She looked, and there was the king standing beside his pillar at the entrance, the officers and the trumpeters around him, and all the people of the land rejoicing and blowing trumpets, while the singers with their musical instruments were leading the acclaim. Athaliah tore her garments and cried out, "Treason! Treason!" Then Jehoiada the priest sent out the captains who were in command of the army. He said to them, "Take her outside through the ranks, and if anyone tries to follow her, let him die by the sword. For," the priest continued, "you must not put her to death in the Lord's temple." So they seized her, and when she arrived at the entrance to the horse gate of the palace, they put her to death there. Then Jehoiada made a covenant between himself and all the people and the king, that they should be the Lord's people. And all the people went to the temple of Baal and tore it down. They smashed its altars and images, and they slew Mattan, the priest of Baal, before the altars. Then Jehoiada gave the charge of the Lord's temple into the hands of the Levitical priests, to whom David had assigned turns in the temple for offering the holocausts of the Lord, as is written in the law of Moses, with rejoicing and song, as David had provided. Moreover, he stationed guards at the gates of the Lord's temple, so that no one unclean in any respect might enter. Then he took the captains, the nobles, the rulers among the people, and all the people of the land, and led the king out of the Lord's house. When they had come within the upper gate of the king's house, they seated the king upon the royal throne. All the people of the land rejoiced, and the city was quiet, now that Athaliah had been put to death by the sword. Chapter 24. Joash was 7 years old when he became king, and he reigned 40 years in Jerusalem. His mother, named Zebiah, was from Beersheba. Joash did what was pleasing to the Lord as long as Jehoiada the priest lived. Jehoiada provided him with 2 wives, and he became the father of sons and daughters. After some time, Joash decided to restore the Lord's temple. He called together the priests and Levites and said to them, "Go out to all the cities of Judah and collect money from all Israel, that you may repair the house of your God over the years. You must hasten this affair." But the Levites did not hasten. Then the king summoned Jehoiada, who was in charge, and said to him, "Why have you not required the Levites to bring in from Judah and Jerusalem the tax levied by Moses, the servant of the Lord, and by the assembly of Israel, for the tent of the testimony?" For the wicked Athaliah and her sons had damaged the house of God, and had even turned over to the Baals the dedicated resources of the Lord's temple. At the king's command, therefore, they made a chest, which they put outside the gate of the Lord's temple. They had it proclaimed throughout Judah and Jerusalem that the tax which Moses, the servant of God, had imposed on Israel in the desert should be brought to the Lord. All the princes and the people rejoiced. They brought what was asked and cast it into the chest until it was filled. Whenever the chest was brought to the royal officials by the Levites, and they saw that it contained much money, the royal scribe and an overseer for the high priest came, emptied the chest, then took it back and returned it to its place. This they did day after day until they had collected a large sum of money. Then the king and Jehoiada gave it to the workmen in charge of the labor on the Lord's temple,
who hired masons and carpenters to restore the temple, and also iron and bronze smiths to repair it. The workmen labored, and the task of restoration progressed under their hands. They restored the house of God according to its original form and reinforced it. After they had finished, they brought the rest of the money to the king and to Jehoiada, who had it made into utensils for the Lord's temple, utensils for the service and the holocausts, and basins and other gold and silver utensils. They offered holocausts in the Lord's temple continually throughout the lifetime of Jehoiada. Jehoiada lived to a ripe old age. He was 130 years old when he died. He was buried in the city of David with the kings, because he had done good in Israel, in particular with respect to God and his temple. After the death of Jehoiada, the princes of Judah came and paid homage to the king, and the king then listened to them. They forsook the temple of the Lord, the God of their fathers, and began to serve the sacred poles and the idols, and because of this crime of theirs, wrath came upon Judah and Jerusalem. Although prophets were sent to them to convert them to the Lord, the people would not listen to their warnings. Then the Spirit of God possessed Zechariah, son of Jehoiada the priest. He took his stand above the people and said to them, God says, Why are you transgressing the Lord's commands so that you cannot prosper? Because you have abandoned the Lord, he has abandoned you. But they conspired against him, and at the king's order they stoned him to death in the court of the Lord's temple. Thus King Joash was unmindful of the devotion shown him by Jehoiada, Zechariah's father, and slew his son. And as he was dying, he said, May the Lord see and avenge. At the turn of the year, a force of Arameans came up against Joash. They invaded Judah and Jerusalem, did away with all the princes of the people, and sent all their spoil to the king of Damascus. Though the Aramean force came with few men, the Lord surrendered a very large force into their power, because Judah had abandoned the Lord, the God of their fathers. So punishment was meted out to Joash. After the Arameans had departed from him, leaving him in grievous suffering, his servants conspired against him because of the murder of the son of Jehoiada the priest. They killed him on his sickbed. He was buried in the city of David, but not in the tombs of the kings. These conspired against him, Zabad son of Shimeath from Ammon, and Jehozabad son of Shimrith from Moab. Of his sons, and the great tribute imposed on him, and of his rebuilding of the house of God, there is a written account in the Midrash of the Book of the Kings. His son Amaziah succeeded him as king. Chapter 25. Amaziah was 25 years old when he became king, and he reigned 29 years in Jerusalem. His mother, named Jehoiadan, was from Jerusalem. He did what was pleasing in the sight of the Lord, though not wholeheartedly. After he had strengthened his hold on the kingdom, he slew those of his servants who had killed the king his father. But he did not put their children to death, for he acted according to what is written in the law in the book of Moses, as the Lord commanded, Fathers shall not be put to death for their children, nor children for their fathers, but only for his own guilt shall a man be put to death. Amaziah mustered Judah, and placed them out of all Judah and Benjamin according to their ancestral houses, under leaders of thousands and of hundreds. When he had counted those of 20 years and over, he found them to be 300,000 picked men fit for war, capable of handling lance and shield. He also hired 100,000 valiant warriors from Israel for 100 talents of silver. But a man of God came to him and said, O king, let not the army of Israel go with you, for the Lord is not with Israel, with any Ephraimite. Instead, go on your own, strongly prepared for the conflict. Otherwise the Lord will defeat you in the face of the enemy. It is God who has the power to reinforce or to defeat. Amaziah answered the man of God, But what is to be done about the 100 talents that I paid for the troops of Israel? The man of God replied, The Lord can give you much more than that. Amaziah then disbanded the troops that had come to him from Ephraim, and sent them home. They, however,
became furiously angry with Judah, and returned home blazing with resentment. Amaziah now assumed command of his army. They proceeded to the Valley of Salt, and there they killed 10,000 men of Seir. The Judahites also brought back another 10,000 alive, whom they led to the summit of the rock, and then cast down, so that they were all crushed. Meanwhile, the mercenaries whom Amaziah had dismissed from battle service with him raided the cities of Judah from Samaria to Beth-horon. They killed 3,000 of the inhabitants and took away much booty. When Amaziah returned from his conquest of the Edomites, he brought back with him the gods of the people of Seir, which he set up as his own gods. He bowed down before them and offered sacrifice to them. Then the anger of the Lord blazed out against Amaziah, and he sent a prophet to him who said, "Why have you had recourse to this people's gods that could not save their own people from your hand?" While he was still speaking, however, the king said to him, "Have you been made the king's counselor? Be silent. Why should it be necessary to kill you?" Therefore the prophet desisted. "I know, however," he said, "that God has let you take counsel to your own destruction, because you have done this thing and have refused to hear my counsel." Having taken counsel, King Amaziah of Judah sent messengers to Joash son of Jehoahaz, son of Jehu, the king of Israel, saying, "Come, let us meet each other face to face." King Joash of Israel sent this reply to King Amaziah of Judah, "The thistle of the Lebanon sent a message to the cedar of the Lebanon, saying, 'Give your daughter to my son for his wife.' But the wild beasts of the Lebanon passed by and trampled the thistle down. You are thinking, 'See, I have beaten Edom,' and thus ambition makes you proud. Remain at home. Why involve yourself and Judah with you in misfortune and failure?" But Amaziah would not listen, for God had determined to hand them over, because they had had recourse to the gods of Edom. Therefore King Joash of Israel advanced, and he and King Amaziah met in battle at Beth-shemesh of Judah. There Judah was defeated by Israel, and all the Judean soldiers fled homeward. King Joash of Israel captured Amaziah, king of Judah, son of Joash, son of Jehoahaz, at Beth-shemesh, and brought him to Jerusalem. Then he tore down the wall of Jerusalem from the Ephraim gate to the corner gate, a distance of 400 cubits. He took away all the gold and silver and all the vessels he found in the house of God with Obed-Edom, together with the treasures of the palace and hostages as well. Then he returned to Samaria. Amaziah son of Joash, king of Judah, survived Joash son of Jehoahaz, king of Israel, by 15 years. The rest of the acts of Amaziah, first and last, can be found written, as is well known, in the book of the kings of Judah and Israel. Now from the time that Amaziah ceased to follow the Lord, a conspiracy was formed against him in Jerusalem. Hence he fled to Lachish. But they pursued him to Lachish and put him to death there. They brought him back on horses and buried him with his ancestors in the city of Judah.